വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കണേ. സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ പറയണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ഏതാണ് കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം? നമ്മള് ദിനപത്രങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രത്തിന്റെ പേര് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രത്തിന്റെ പേര് രാജ്യസമാചാരം എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രത്തിന്റെ പേര് രാജ്യസമാചാരം എന്നാണ്. എന്താണ്? രാജ്യസമാചാരം. അടുത്തത്, ബിഹു എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? അസം. ബിഹു എവിടുത്തെ നൃത്തരൂപമാണ്? അസാമിലെ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരമാണ്. ബിഹു എന്ന് പറയുന്നത് അസമിലെ നൃത്തരൂപമാണ്. അടുത്തത്, ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാണ്? ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഏതാണ്? ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് സ്ഥാപനം ഏതാണ്? ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. അടുത്തത്, 100ാമത് കോപ്പ അമേരിക്ക കപ്പ് നേടിയത് ആരാണ്? 100ാമത്തെ കോപ്പ അമേരിക്ക കപ്പ് നേടിയത് ചിലിയാണ്. 100ാമത്തെ കോപ്പ അമേരിക്ക കപ്പ് നേടിയത് ആരാണ്? ചിലി. 100ാമത്തെ കോപ്പ അമേരിക്ക കപ്പ് നേടിയത് ചിലിയാണ്. അടുത്തത്, അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ആരാണ്? അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയത് ആരാണ്? അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയത് ബെന്യാമിനാണ് അർജന്റീനയുടെ ജേഴ്സി എന്ന കൃതി രചിച്ചത്. അടുത്തത്, വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് M.K. ഗോപിനാഥൻ നായരാണ്. M.K. ഗോപിനാഥൻ നായർ. വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് M.K. ഗോപിനാഥൻ നായരാണ്. വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു M.K. ഗോപിനാഥൻ നായർ. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്പനി ഏതാണ്? ഇൻഷുറൻസ് മേഖലയെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേര് മൽഹോത്ര കമ്മിറ്റി എന്നാണ്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റിയാണ്. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രത്തിന്റെ പേര് അസ്ട്രോസാറ്റ് എന്നാണ്. എന്താണ്? അസ്ട്രോസാറ്റ് ആണ്. ഏതാണ്? അസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏതാണ്? അസ്ട്രോസാറ്റ് ആണ്. ഇനി അടുത്തത്, മഹാശ്വേതാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നാണ്? മഹാശ്വേതാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1996 മഹാശ്വേതാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1996. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്?
വി മാധവൻ നായരാണ്. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായരാണ്. മാലി വി മാധവൻ നായർ. എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാരാണ്? ഭീമൻ. അപ്പൊ രണ്ടാമൂഴം ആരുടെയാണ്? എം ടിയുടെ അല്ലെ. എം ടിയുടെ രണ്ടാമൂഴത്തിലെ കേന്ദ്ര കഥാപാത്രമാരാണ്? ഭീമനാണ്. അടുത്തത് കുഞ്ഞിത്താച്ചുമ്മ. എന്താണ്? കുഞ്ഞി താച്ചുമ്മ. കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? എന്റുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടാർന്ന. എന്താണ്? എന്റുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടാർന്ന. എന്റുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഏത്? കുഞ്ഞിത്താച്ചുമ്മ. ഏതാ? കുഞ്ഞിത്താച്ചുമ്മ. അടുത്തത് സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ആരാണ്? സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ബാലാമണിയമ്മയാണ്. ബാലാമണിയമ്മ. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ബാലാമണിയമ്മ. കാവാലം നാരായണ പണിക്കരുടെ മികച്ച നാടകം ഏതാണ്? കാവാലം നാരായണ പണിക്കർ രചിച്ച മികച്ച നാടകം ഏതാണ്? ദൈവത്താർ. കാവാലം നാരായണ പണിക്കർ രചിച്ച മികച്ച നാടകം ദൈവത്താറാണ്. അടുത്തത് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പാലാ നാരായണൻ നായർക്കാണ്. പാലാ നാരായണൻ നായർ. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പാലാ നാരായണൻ നായരാണ്. നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിപ്പിച്ച് തിരുക്കൊച്ചി സംയോജനം നിലവിൽ വന്നത്, അല്ലെങ്കിൽ തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1949 നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച് തിരുക്കൊച്ചി എന്ന സംസ്ഥാനം രൂപം കൊണ്ടത് 1949. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? 1975. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇനി അടുത്തത് വ്യാഴം. വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് നാസ അയച്ച ജൂണോ എന്ന പേടകം. നാസ അയച്ചതാണ് ജൂണോ. അതെന്നാണ് വിക്ഷേപിച്ചത്? 2011 ഓഗസ്റ്റ് 5 കണ്ടോ? അതായത് 2022 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങള് 2011 അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും വർഷം മുമ്പ് അയച്ചിട്ടുള്ള ഇത്തരം ഇതിനൊക്കെ പ്രധാനം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് നാസ അയച്ച ജൂണോ എന്ന പേടകം എന്നാണ് അയച്ചത്? വിക്ഷേപിച്ചത് 2011 ഓഗസ്റ്റ് 5. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റീസാറ്റ് 1 ആണ്. റീസാറ്റ് 1. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റീസാറ്റ് 1 ആണ്. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ്. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ്
APJ അബ്ദുൽ കലാം ആണ്. ക്ലിയർ ആയില്ലേ? പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രമാണ്? പ്രവാസികളുടെ നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രമാണ്? ബെന്യാമിന്റെ കഥാപാത്രം. നജീബ് ആരുടെ കഥാപാത്രമാണ്? ബെന്യാമിന്റെ കഥാപാത്രമാണ്. യെലേന എന്താണ്? യെലേന ഇസിൻബയേവ. യെലേന ഇസിൻബയേവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. യെലേന ഇസിൻബയേവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? മാൽഗുഡി ഡേയ്സ്. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? മാൽഗുഡി ഡേയ്സ് RK നാരായൺ. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? RK നാരായണന്റെ കൃതിയാണ്. RK നാരായൺ. ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റ് ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റ് ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റ് IRNSS 1A. ഇന്ത്യയുടെ ആദ്യത്തെ നാവിഗേഷൻ സാറ്റലൈറ്റ് IRNSS 1A ആണ്. ഇനി അടുത്തത് താൻസൻ സമ്മാനം. എന്താണ്? താൻസൻ സമ്മാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതം. താൻസൻ സമ്മാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീതം. കേരള ലളിത കലാ അക്കാദമി. കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ M രാമവർമ്മരാജയാണ്. കേരള ലളിത കലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ M രാമവർമ്മരാജയാണ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ബാങ്ക് ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? സച്ചിനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം സച്ചിനാണ്. ഇനി ഇന്ത്യയില് ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്നാണ്? ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് എന്നാണ്? ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത്? 1969 അടുത്തത് കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകി നിലവിൽ വന്ന ദേശീയ ബാങ്ക് ഏതാണ്? നബാർഡ്. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകി നിലവിൽ വന്ന ദേശീയ ബാങ്ക് ഏതാണ്? നബാർഡാണ്. ഏതാണ്? നബാർഡ്. കാർഷിക മേഖലയ്ക്കും ഗ്രാമവികസനത്തിനും ഊന്നൽ നൽകി നിലവിൽ വന്ന ബാങ്ക് നബാർഡ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ. ഇതില് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടല്ല, കുറേയധികം ചോദ്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു ക്ലാസ് ആയിട്ട് തന്നതാണ് കേട്ടോ. അപ്പൊ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.